ഓൾ റൈറ്റ്. പണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ക്യാമറ ഈസ് ജസ്റ്റ് എ ടൂൾ. അതായത് ക്യാമറ ഒരു ടൂള് മാത്രമാണ്. ബാക്കി ഫോട്ടോ എടുക്കുന്നവൻ്റെ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവൻ്റെ കണ്ണിലാണ് എല്ലാം. അതിലാണ് ക്രിയേറ്റിവിറ്റി, അതിലാണ് മാജിക്. സോ നമുക്ക് എന്ത് ടൂൾ വെച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, വീഡിയോ ഷൂട്ട് ചെയ്യാം, സിനിമാറ്റോഗ്രാഫി ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമ ക്യാമറാസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ലോഗ് ഫോർമാറ്റ് നമ്മുടെ മൊബൈലിലോട്ട് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഗ്രേഡ് ചെയ്യാമെന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാലോ, ഒരു മൊബൈൽ ഫോണിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തോരം കിട്ടും എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ S24 Ultra ഷൂട്ട് ചെയ്ത ഒരു ലോഗ് വീഡിയോ ആണത്. അപ്പോൾ നമുക്കതെങ്ങനെ ഗ്രേഡ് ചെയ്യണമെന്ന് നോക്കാം. ഓൾ റൈറ്റ്, നിങ്ങൾ കാണുന്ന പോലെ ഇതിപ്പോൾ ഒരു ലോഗ് ഫൂട്ടേജ് ആണ്. അതായത് കണ്ടില്ലേ, കുറച്ചും ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള ലോ കോൺട്രാസ്റ്റ് ലോ സാച്ചുറേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഫൂട്ടേജ് ആണിത്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യണം, നമുക്ക് നോർമൽ നമ്മൾ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലോട്ടുള്ള ഒരു ലുക്കിലോട്ട് മാറ്റണം. ലിനിയർ ആക്കണം, അല്ലെങ്കിൽ റക്സ് ആവുന്നതിലോട്ട് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് CST യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ CST വലിച്ചിട്ടിട്ട് നോക്കി കളർ സ്പേസ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ ജസ്റ്റ് ഇൻപുട്ട് കളർ സ്പേസ് കൊടുക്കാൻ പോകണം. ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ P3 ആണ് കൊടുക്കാൻ പോകുന്നത്. P3 ഫോർമാറ്റ് ആണ് സാംസങ്ങിന്റെ സൈറ്റിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു P3 65 പോലെ 60 കൊടുക്കുന്നു. ഞാനിപ്പോൾ 65 കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ നോക്കി, കുറച്ചും കൂടി ഡാർക്കായി, കുറച്ചും കൂടി ഡീസാറ്റായി, ശരിയല്ലേ? നമ്മളെന്താ ഗാമ സെറ്റ് ചെയ്യാൻ പോകണം. ലോഗ് 3 കൊടുക്കുകയാണ്. ഓക്കെ, ലോഗ് 3 കൊടുത്തിട്ടുണ്ട്. ലോഗ് 3 ഓക്കെയാണ്. ബട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഇതിനൊരു സാച്ചുറേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ശരിയല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സാച്ചുറേഷൻ ഒന്ന് അപ്പ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മുമ്പായിട്ട് ഒരു സീരിയലിനോടുകൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി നീക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ടൊന്ന് സാച്ചുറേഷൻ പമ്പ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ക്രാങ്ക് ചെയ്ത് വരുമ്പോൾ കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു കാസ്റ്റോടുകൂടി വന്നു. ബട്ട് അപ്പോഴും എന്തായിട്ടില്ല, നിങ്ങൾ നോക്കി, ഈ യെല്ലോ ഒന്നും പ്രോപ്പറായിട്ടല്ല വന്നേക്കുന്നത്. കണ്ടില്ലേ, ഈ റെഡ്സ് ബൂസ്റ്റ് ആയിരുന്നല്ലാതെ ഈ യെല്ലോ ഒന്നും പ്രോപ്പറായിട്ടല്ല വന്നേക്കുന്നത്. കാരണം അതൊരു എന്താ പറയുക, ബ്രോഡ്കാസ്റ്റിംഗ് ലുക്കിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നോഡിലോട്ട് പോയിട്ട് നോക്കി, ഔട്ട്പുട്ട് കണ്ടോ, ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, റക്കിലോട്ട് മാറ്റി കൊടുക്കുക. കണ്ടില്ലേ, ജസ്റ്റ് 6 അടിച്ചാൽ കുറേ ഓപ്ഷൻസ് പോലെ റക്ക് അടപ്പുണ്ട്. റക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്താ സംഭവിക്കുക, നിങ്ങൾ നോക്കിയോ, കണ്ടോ, അതൊരു ഓർഗാനിക് കളറിലോട്ട് വന്നു. ബട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി ചെയ്യാനുണ്ട്, ഫൈൻ ട്യൂൺ കൂടി ചെയ്യാനുണ്ട്. അപ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഉണ്ടാക്കിയ നോഡുണ്ട്, ആ നോഡിലോട്ട് ഞാൻ ചെറിയ കറക്ഷൻസ് ചെയ്യാൻ പോകണം. അതായത് ഈ കിടക്കുന്ന ഷാഡോസൊക്കെ കുറച്ചും കൂടി പഞ്ചി ആയാലാണ് കാണാൻ രസമുണ്ടാവുള്ളൂ. ഹൈലൈറ്റ്സ് ഓക്കെയാണ്, ബട്ട് ഷാഡോസൊക്കെ ഒന്ന് പഞ്ചി ആയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, പതുക്കെ ഷാഡോസ് ഒന്ന് ഡൗൺ ചെയ്ത് കൊണ്ടുവരുമ്പോൾ കണ്ടോ, കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്ര അഡ്ജസ്റ്റ്മെൻറ്റ്സ് മതി ആക്ച്വലി, ശരിയല്ലേ? ഈ റെഡ്സ് ഭയങ്കരമായിട്ട് കൂടി നിൽപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു നോഡ് എടുത്തിട്ട് ആ റെഡ്സ് ഒന്നാണ്ട് കുറക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെബിൽ പോയിട്ട് വെബ് എടുത്തിട്ട് കണ്ടില്ലേ, കളർ പേപ്പറിൻ്റെ ഹ്യൂ വെബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സാച്ചുറേഷൻ ആയിട്ട് കുറക്കുന്നു. ഓക്കെ, അതിപ്പോൾ ഈക്വലായി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു ലുക്കും കൂടി അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ക്രോമയിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഗ്രീൻസ് ഒന്ന് പ്രോപ്പറായി കൊടുക്കണം. ഈ കാണുന്നൊരു സുഖമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് ഒന്ന് ഗ്രേഡ് ചെയ്ത് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പോയിന്റ് പോകുന്നു, ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റ് ഒന്ന് കുറച്ചും കൂടി ഒരു ഗ്രീൻ എന്നുള്ളത് കുറച്ചുകൂടി ഒരു ബ്ലൂയിഷ് ടീലിലോട്ട് മാറ്റാൻ പോകും. ഞാൻ പതുക്കെ ഇതിനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കാണാം ചെറിയൊരു വ്യത്യാസം വന്നു. കണ്ടില്ലേ, ഞാൻ കുറച്ചും കൂടി പുഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അത്രയും പുഷ് ചെയ്യുന്നില്ല, അതൊക്കെ ഭയങ്കര ബോറാണ്. ഞാൻ സ്ലൈറ്റായിട്ട് പുഷ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ആംഗിൾ കൊണ്ട് നിർത്തി. ശരി, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ നേരത്തെ കണ്ട ഫൂട്ടേജ് ആണോ ഈ കാണുന്നത്? ഇല്ല, ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബൈപ്പാസ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന ഫൂട്ടേജിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. നിങ്ങൾ നോക്കിയാൽ നല്ല ഹ്യൂജ് ഡിഫറൻറ്റ് ഇല്ലേ? സോ നമ്മൾ S24 Ultra'യുടെ ലോഗ് വീഡിയോ ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.